നമസ്കാരം. പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളും മുൻ വർഷങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മാംസത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ശരിയുത്തരം ക്വാഷിയോർക്കർ. ഒരു കുട്ടി വസ്തുക്കൾ സ്പർശിച്ച് പരിശോധിച്ച് പഠിക്കുന്നത് ഏത് വികസന മേഖലയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയുത്തരം ബൗദ്ധിക വികസനം. ദി കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ശരിയുത്തരം ജെറോം എസ് ബ്രൂണർ. പ്രകൃതിവാദം അഥവാ നാച്ചുറലിസം പ്രകാരം പഠനം നടക്കേണ്ടത് എങ്ങനെയാണ്? ശരിയുത്തരം പ്രകൃതിയോടൊപ്പം ശിശുകേന്ദ്രീകൃതമായി. കുഞ്ഞ് ജനിച്ച ഉടനെ നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ് താഴെ പറയുന്നവയിൽ ഏത്? ശരിയുത്തരം BCG. വിദ്യാഭ്യാസ മന്ദത അഥവാ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നത് എന്തിനെ ബാധിക്കുന്നു? ശരിയുത്തരം ബുദ്ധിശേഷിയും അനുകൂല പ്രവർത്തനങ്ങളും. ഒരു അധ്യാപകൻ കുട്ടികളുടെ വ്യത്യസ്ത കഴിവുകൾ പരിഗണിച്ച് പഠന പ്രവർത്തനങ്ങൾ നൽകുന്നത് ഏത് ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയുത്തരം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ആദർശ വായന തുടങ്ങിയത്. എന്നാൽ പിന്നീട് വായനയെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ശരിയുത്തരം ഫങ്ഷണൽ ഓട്ടോണമി. ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ്? ശരിയുത്തരം അഭിക്ഷമത. കിൻഡർഗാർട്ടൻ എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം എന്താണ്? ശരിയുത്തരം കുട്ടികളുടെ പൂന്തോട്ടം. പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളിൽ കഥ പറച്ചിലിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ശരിയുത്തരം ഭാഷാവികസനം. ഒരു പ്രീ പ്രൈമറി ടീച്ചർ പോഷകാഹാരക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള കുട്ടികളെ കണ്ടെത്തി റഫർ ചെയ്യുന്നത് ഏത് രാജ്യാന്തര സംഘടനയുടെ ലക്ഷ്യങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു? ശരിയുത്തരം WHO. മാനവികതാവാദം അഥവാ ഹ്യൂമനിസം പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്ത്? ശരിയുത്തരം വ്യക്തിത്വത്തിന്റെ സമഗ്ര വികസനം. ആക്ടിവിറ്റി കോണേഴ്സ് അഥവാ പ്രവർത്തന കോണുകൾ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1. കുട്ടികളുടെ സ്വതന്ത്ര പഠനം പ്രോത്സാഹിപ്പിക്കുന്നു. 2. ഓരോ പ്രവർത്തനത്തിനും പ്രത്യേക സ്ഥലമൊരുക്കുന്നു. 3. അധ്യാപകന് മാത്രമാണ് എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത്. ശരിയുത്തരം 1ഉം 2ഉം ശരി. ലോക പ്രഥമ ശുശ്രൂഷ ദിനം എന്നാണ്? ശരിയുത്തരം എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2ാം ശനിയാഴ്ച. പ്രാഗ്മാറ്റിസം വിദ്യാഭ്യാസത്തിൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? ശരിയുത്തരം അനുഭവത്തിലൂടെ പഠനം. കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനും പ്രധാനമായും പാഠ്യപദ്ധതി രൂപപ്പെടുത്തുന്ന സ്ഥാപനം ഏതാണ്? ശരിയുത്തരം NCERT.
ഒരു പ്രീ പ്രൈമറി സ്കൂളിൽ ഭാഷാവികസനം, സൃഷ്ടിപരമായ കഴിവ്, സാമൂഹിക ഇടപെടൽ എന്നിവ ഒരുമിച്ച് വളരാൻ ഏറ്റവും യോജ്യമായ പ്രവർത്തനം ഏതാണ്? ശരിയുത്തരം കഥ പറച്ചിലും റോൾ പ്ലേയും. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം അധ്യാപകരുടെ അധ്യാപനത്തിനും അറിവിനും തൊഴിൽപരമായ വികസനത്തിനും വേണ്ടി തയ്യാറാക്കിയ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏത്? ശരിയുത്തരം DIKSHA. പ്രീ പ്രൈമറി ക്ലാസ്സിൽ ആക്ടിവിറ്റി കോർണേഴ്സ് ക്രമീകരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശ്യം ഏതാണ്? ശരിയുത്തരം കുട്ടികൾക്ക് സ്വതന്ത്രമായ അന്വേഷണ പഠനം പ്രോത്സാഹിപ്പിക്കുക. ഡിസ്ലെക്സിയ ബാധിക്കുന്ന പ്രധാന മേഖല ഏതാണ്? ശരിയുത്തരം വായനയും ഭാഷാപ്രവർത്തനവും. കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്ന വികാസഘട്ടം ഏതാണ്? ശരിയുത്തരം ആദിബാല്യം. താഴെ പറയുന്നവയിൽ സാമൂഹിക നിർമ്മിതിവാദ സിദ്ധാന്തത്തെ പ്രതിനിധീകരിക്കാത്തതേത്? ശരിയുത്തരം ഓർത്തുചൊല്ലൽ. ദി ഫോർമിക് സൈക്കോളജി എന്ന പുസ്തകം രചിച്ചത് ആര്? ശരിയുത്തരം മക്ദുഗൽ. ക്ലാസ്സിൽ എല്ലായ്പ്പോഴും ആൺകുട്ടികളാണ് നേതാവാകേണ്ടത് എന്ന വിശ്വാസത്തെ പറയാവുന്നത്? ശരിയുത്തരം ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. 2013 ദേശീയ ECC പോളിസി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് പ്രായക്കാർക്കാണ്? ശരിയുത്തരം 0 മുതൽ 6 വയസ്സ്. പിയാഷയുടെ വർഗീകരണ പ്രകാരം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഏത് പ്രായത്തിലാണ്? ശരിയുത്തരം 2 മുതൽ 7 വരെ. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷതയല്ലാത്തത് ഏതാണ്? ശരിയുത്തരം സ്ഥിരത. പരീക്ഷണത്തിനു ശേഷം ആദ്യം രൂപവൽക്കരിച്ച പരികൽപ്പന ശരിയല്ല എന്ന് കണ്ടാൽ അത്തരം പരികൽപ്പന അറിയപ്പെടുന്ന എങ്ങനെ? ശരിയുത്തരം കുട്ടികളെ കൊച്ചുശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ശരിയുത്തരം ജീൻ പിയാഷെ. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ സാമൂഹിക പങ്കാളിത്ത പരിപാടികളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ശരിയുത്തരം സ്കൂൾ സമൂഹബന്ധം ശക്തിപ്പെടുത്തൽ. MMPA എന്തളക്കാനുള്ള ഉപാധിയാണ്? ശരിയുത്തരം വ്യക്തിത്വം. ലേണിംഗ് വിത്തൌട്ട് ബർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഏതാണ്? ശരിയുത്തരം യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്. പദങ്ങൾ തെറ്റായി എഴുതുന്നതിന് വിളിക്കുന്ന പേര് എന്താണ്? ശരിയുത്തരം ഡിഗ്രാഫിയ. കുട്ടിയുടെ പ്രഥമ സമൂഹം ഏതാണ്? ശരിയുത്തരം കുടുംബം. UNICEF ദിനം ആചരിക്കുന്നത് എന്ന്? ശരിയുത്തരം ഡിസംബർ 11. യുക്തിചിന്തയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കാനും അതനുസരിച്ച് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ അറിയാനും ശ്രമിക്കുന്ന യാങ് പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ടം ഏതാണ്? ശരിയുത്തരം മൂർത്ത മനോവ്യാപാരഘട്ടം.
ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ABCG ബാസിൽസ് കാൽമറ്റ് ഗ്വറിൻ, BOPV ഓറൽ പോളിയോ, CRVV റോട്ട വൈറസ് വാക്സിൻ. ശരിയുത്തരം A, B, C ശരി. ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ശരിയുത്തരം അപവ്യയവും ഗതിരോധവുമാണ്, അതായത് വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പ്രതിസന്ധി എന്ന് അഭിപ്രായപ്പെട്ടത് ആർ? ശരിയുത്തരം ഹാർട്ടോഗ് കമ്മിറ്റി 1929. PWD ആക്ട് പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? ശരിയുത്തരം ഭിന്നശേഷിക്കാർ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ആശയം പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്ത്? ശരിയുത്തരം എല്ലാ കുട്ടികൾക്കും ഒരേ ക്ലാസ്സിൽ സമാന അവസരം. ADHD ഉള്ള കുട്ടികളിൽ സാധാരണ കാണുന്ന ലക്ഷണം ഏതാണ്? ശരിയുത്തരം അത്യധികം ചലനശീലവും ശ്രദ്ധക്കുറവും. തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗമല്ലാത്തത്? ശരിയുത്തരം വട്ടച്ചൊറി. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ആരാണ്? മോർ നോളജബിൾ അതർ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നീ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ച ചിന്തകനാര്? ശക്കുടയുത്തരം ലീ വൈഗോഡ്സ്കി. താഴെ പറയുന്നവയിൽ ശിശു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ശരിയുത്തരം ഇവയെല്ലാം. ഒരു കുട്ടി താൻ കണ്ട പെരുമാറ്റം അനുകരിച്ച് പഠിക്കുന്നത് ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയുത്തരം ഒബ്സർവേഷണൽ ലേണിംഗ്. യൂണിസെഫ് പ്രധാനമായും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയുത്തരം കുട്ടികളുടെ ക്ഷേമം. കുട്ടിയുടെ ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും വളർത്താൻ ഏറ്റവും അനുയോജ്യമായ അധ്യാപന രീതി ഏതാണ്? ശരിയുത്തരം പ്രൊജക്ട് മെത്തേഡ്. കുട്ടിയുടെ പ്രകൃതം പരിഗണിച്ചാവണം വിദ്യാഭ്യാസം എന്ന തത്വം മുന്നോട്ട് വെച്ചത് ആര്? ശരിയുത്തരം ജീൻ ജാക്വസ് റൂസോ. വെളുത്ത മുയലുമായി എപ്പോഴും കൂട്ടുകൂടിച്ചിരുന്ന കുട്ടി പിന്നീട് വെളുത്തതെന്തിനെ കണ്ടാലും പേടിച്ച് പിന്മാറുന്നവളായി മാറി. ഈ സ്വഭാവത്തിന് കാരണം എന്ത്? ശരിയുത്തരം അനുബന്ധനം. കത്തുന്ന മെഴുകുതിരി തൊട്ടാൽ ഉടനെ കൈവലിക്കുന്നു. തീക്ഷ്ണമായ സൂര്യപ്രകാശത്തിൽ കൺപീലികൾ അടയുന്നു. ഇത്തരം അനൈച്ഛിക പ്രതിപ്രവർത്തനങ്ങളെ പാവ്ലോ വിശേഷിപ്പിച്ചത് എങ്ങനെ? ശരിയുത്തരം റിഫ്ലക്സുകൾ. നഴ്സറി സ്കൂളുകളുടെ പ്രാഗ്രൂപമായ ആശൻ പാഠശാലകളുടെ പ്രത്യേകതകളാണ് താഴെ പറയുന്നവയിൽ ഏതെല്ലാം? ശരിയുത്തരം ഇവയെല്ലാം. താഴെ പറയുന്നതിൽ മാനവികതാവാദം പ്രാമുഖ്യം നൽകുന്നത് ഏതിനാണ്? ശരിയുത്തരം വ്യക്തിത്വ വികസനം. ഒരു കുട്ടി കൂട്ടുകാരുമായി ചേർന്ന് പ്രശ്നം പരിഹരിക്കുന്നത് വൈഗോഡ്സ്കിയുടെ ഏത് ആശയത്തെ സൂചിപ്പിക്കുന്നു? ശരിയുത്തരം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്.
ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അവതരിപ്പിച്ചത്? ശരിയുത്തരം ഹോവാർഡ് ഗാർഡ്നർ. കുട്ടി ജനിച്ച് 3 മുതൽ 28 ദിവസത്തിനുള്ളിൽ പാൽ കുടിക്കാൻ സാധിക്കാതെ വരുന്നു. മുഖം, കഴുത്ത്, ഇടുപ്പ് എന്നിവയിലെ പേശികൾ വലിഞ്ഞുമുറുക്കുന്ന കുട്ടിക്ക് വായ തുറക്കാൻ സാധിക്കുന്നില്ല. പേശികളുടെ സങ്കോചം മൂലം ശരീരം വില്ലുപോലെ വളയുന്നു. ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണിവ? ശരിയുത്തരം കുതിരസന്നി. സ്പൂൺ ഫീഡിംഗ് എന്നറിയപ്പെടുന്ന ബോധന രീതി ഏതാണ്? ശരിയുത്തരം ഭാഷണരീതി. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിത ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത്? ശരിയുത്തരം കനൽ. പ്രീ പ്രൈമറി ക്ലാസ്സിൽ കഥകൾ, പാട്ടുകൾ, കവിതകൾ, നൃത്തം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുന്നത് പ്രധാനമായും ഏത് കഴിവ് വികസിപ്പിക്കാനാണ്? ശരിയുത്തരം ഭാഷയും സൃഷ്ടിപരമായ പ്രകടനവും. വിദ്യാഭ്യാസ ദർശനങ്ങളിൽ അനുഭവത്തെ പ്രധാനമായി പ്രാധാന്യം നൽകിയത് ആര്? ശരിയുത്തരം ജോൺ ഡ്യൂയി. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തലക്കെട്ട് എന്ത്? ശരിയുത്തരം ലേണിംഗ് വിത്തൌട്ട് ബർഡൻ. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ബാധിക്കുന്നത് എന്തിനെയാണ്? ശരിയുത്തരം സാമൂഹിക ആശയവിനിമയം. ഹാവി ഗസ്റ്റിന്റെ അഭിപ്രായത്തിൽ മാതാപിതാക്കളിൽ നിന്ന് അകന്ന് സമപ്രായക്കാരോട് കൂട്ടുകൂടുന്ന കുട്ടി ഏത് ഘട്ടത്തിൽപ്പെടുന്നു? ശരിയുത്തരം ആദിബാല്യം. ടാബുലറസ തിയറിയുടെ ഉപജ്ഞാതാവ് ആര്? ശരിയുത്തരം ജോൺ ലോക്ക്. ഗർഭസ്ഥ ശൈശവം എന്നാൽ എന്താണ്? ശരിയുത്തരം 2 മാസം മുതൽ. ബഹുമുഖബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയുത്തരം ഹോവാർഡ് ഗാർഡ്നർ. ശരീരകോശത്തിന്റെ നിർമ്മിതിക്കും കേടുപാടുകൾ തീർക്കുന്നതിനും വളർച്ചയ്ക്കും വേണ്ടി കുട്ടികളുടെ സമീകൃതാഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകം ഏത്? ശരിയുത്തരം പ്രോട്ടീൻ. തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ശരിയുത്തരം നിരീക്ഷണ പഠനം. ശരിയുത്തരം 2ഉം 3ഉം ശരി. ശരിയുത്തരം 1ഉം 2ഉം ശരി. വ്യക്തിയുടെ വളർച്ചയും വികാസവും അതിന്റെ പൂർണ്ണതയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പൊതുവെ പറയാവുന്നത് എന്താണ്? ശരിയുത്തരം വ്യക്തിയിൽ പരിപക്വനം രൂപപ്പെട്ടു. PTA ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഏതാണ്? ശരിയുത്തരം രക്ഷിതാക്കളെ സ്കൂൾ തീരുമാനങ്ങളിൽ പങ്കാളികളാക്കുമ്പോൾ. പ്രീ സ്കൂളിൽ മൂല്യനിർണ്ണയം എങ്ങനെയായിരിക്കണം? ശരിയുത്തരം നിരീക്ഷണാധിഷ്ഠിതവും തുടർച്ചയായതും. സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് എന്താണ്? ശരിയുത്തരം സംവചന ചിന്ത.
NEP 2020 പ്രകാരം ഫൗണ്ടേഷണൽ സ്റ്റേജ് ഉൾപ്പെടുന്നത് ഏത് പ്രായപരിധിയിലാണ്? ശരിയുത്തരം 3 മുതൽ 8 വയസ്സ്. NEP 2020 പ്രകാരം ഫൗണ്ടേഷണൽ സ്റ്റേജ് ഉൾക്കൊള്ളുന്ന പ്രായപരിധി ഏതാണ്? ശരിയുത്തരം 3 മുതൽ 8 വയസ്സ് വരെ. ഓർമ്മയുടെ 4 അടിസ്ഥാന ഘടകങ്ങളിൽ 3 പഠനം, ധാരണ, അനുസ്മരണം എന്നിവയാണ്. 4ാമത്തെ ഘടകം ഏതാണ്? ശരിയുത്തരം തിരിച്ചറിവ്. ആദ്യത്തെ DPT വാക്സിൻ നൽകുന്നത് എപ്പോഴാണ്? ശരിയുത്തരം ജനിച്ച 1 മാസത്തിൽ. മദർ PTA രൂപീകരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ശരിയുത്തരം കുട്ടികളുടെ ആരോഗ്യവും പോഷണവും സംബന്ധിച്ച കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ. ശരിയായ പോഷകാഹാരത്തിന്റെ പ്രധാന ഘടകം ഏതാണ്? ശരിയുത്തരം സമീകൃത ആഹാരം. കേരളത്തിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം പ്രധാനമായും ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയുത്തരം വനിതാ ശിശു വികസന വകുപ്പ്. എത്ര തവണ നെഞ്ചിൽ സമ്മർദ്ദവും കൃത്രിമ ശ്വാസോച്ഛ്വാസവും മുതിർന്നവർക്കായി CPRന്റെ ഓരോ സൈക്കിളിലും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്? ശരിയുത്തരം 30 സമ്മർദ്ദവും 1 കൃത്രിമ ശ്വാസവും. ഒരു അധ്യാപിക ക്ലാസ്സിൽ റീഡിംഗ് കോർണർ, ആർട്ട് കോർണർ, ബ്ലോക്ക് കോർണർ എന്നിവ ക്രമീകരിച്ചു. ഇതിന്റെ പ്രധാന വിദ്യാഭ്യാസ ലക്ഷ്യം എന്താണ്? ശരിയുത്തരം കുട്ടികളുടെ വിവിധ കഴിവുകൾ അനുഭവത്തിലൂടെ വികസിപ്പിക്കുക. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കും 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായ PMSHRIയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ശരിയുത്തരം എല്ലാം ശരിയാണ്. കുട്ടി തന്റെ മുന്നറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിന് പിയാഷെ ഉപയോഗിക്കുന്ന പദം ഏതാണ്? ശരിയുത്തരം സ്വാംശീകരണം. പഠനവൈകല്യമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ അധ്യാപന രീതി ഏതാണ്? ശരിയുത്തരം വ്യക്തിഗത ആവശ്യങ്ങൾ പരിഗണിച്ച പഠനം. വൈജ്ഞാനികവും മാനസികവുമായ അസന്തുലിതാവസ്ഥ പഠനത്തിലേക്ക് നയിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട മനഃശാസ്ത്രജ്ഞനാര്? ശരിയുത്തരം പിയാഷെ. കളിയിലൂടെ പഠനം പ്രധാനമായും ഏത് വികസന മേഖലയെ സഹായിക്കുന്നു? ശരിയുത്തരം ശാരീരിക വികസനം മാത്രം. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1. ആരോഗ്യ വിദ്യാഭ്യാസം കുട്ടികളുടെ ശുചിത്വശീലങ്ങൾ വളർത്താൻ സഹായിക്കുന്നു. 2. പോഷകാഹാരക്കുറവ് കുട്ടികളുടെ വളർച്ചയെ ബാധിക്കും. 3. ആരോഗ്യ വിദ്യാഭ്യാസം സ്കൂളുമായി ബന്ധപ്പെട്ടില്ല. ശരിയുത്തരം 1ഉം 2ഉം ശരി. കുട്ടികളുടെ പഠനത്തിൽ കളിയുടെ പ്രാധാന്യം എന്താണ്? ശരിയുത്തരം സ്വാഭാവികവും സൃഷ്ടിപരവുമായ പഠനം. ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അംഗനവാടി സ്ഥാപിച്ച ഗ്രാമം ഏത്? ശരിയുത്തരം വാധാമ. തന്നിരിക്കുന്നവയിൽ നിന്ന് നിരന്തര മൂല്യ നിർണ്ണയത്തിനുള്ള ഒരു ഉപാധി കണ്ടെത്തുക. ശരിയുത്തരം നിരീക്ഷണം.
പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തിൽ കളിയിലൂടെ പഠനം പ്രധാനമെന്ന് ഊന്നിപ്പറയുന്ന വിദ്യാഭ്യാസ തത്വചിന്തകൻ ആര്? ശരിയുത്തരം ഫ്രോബെൽ. തന്നിരിക്കുന്നതിൽ സാമൂഹിക പങ്കാളിത്തത്തിന്റെ ഉദാഹരണം ഏത്? ശരിയുത്തരം സ്കൂളിൽ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിക്കൽ. ഒരു ചോദ്യത്തിന്റെ സാന്നിധ്യം പ്രതികരണത്തിന്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് ശരിയുത്തരം ധനപ്രബലകമാണ്. പ്രീസ്കൂളിൽ ആക്ടിവിറ്റി കോർണേഴ്സ് എന്നത് എന്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ശരിയുത്തരം കുട്ടികളുടെ സ്വാഭാവിക പഠനവും അന്വേഷണവും പ്രോത്സാഹിപ്പിക്കാൻ. വ്യക്തിത്വത്തിന്റെ പ്രഭവ പ്രതല സിദ്ധാന്തം മുന്നോട്ട് വെച്ചതാര്? ശരിയുത്തരം പോക്സോ നിയമം പ്രധാനമായും സംരക്ഷിക്കുന്നത് ആരെയാണ്? ശരിയുത്തരം കുട്ടികളെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഏത് സബ്ജക്റ്റാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് താഴെ കമന്റ് ചെയ്യുക. നന്ദി.